ഹായ് മക്കളെ, അപ്പോൾ ഈ ജൂലൈ 6-ന് നമ്മുടെ +1 ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവാണ് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പുതിയ സബ്ജക്റ്റാണ്, പുതിയ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കോർ പേപ്പേഴ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സ്വന്തം എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞ് ഓണം എക്സാം, എന്തായാലും നിങ്ങൾക്ക് ഓണം എക്സാം ഗവൺമെൻറ് നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് സ്കൂളുകളിൽ ക്ലാസ് ടെസ്റ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഓണം എക്സാം അത്ര കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് അത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാം വരും. ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് എക്കണോമിക്സിൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓണം എക്സാമിന്, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ. അതായത് എക്കണോമിക്സിൽ നമ്മൾ എന്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു എന്നാണ് ആ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. അവിടെ നമ്മൾ പഠിക്കും നമുക്ക് ഡാറ്റ ആവശ്യമാണെന്ന്. അപ്പോൾ ആ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാമെന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ആ കളക്ട് ചെയ്ത ഡാറ്റയെ എങ്ങനെ നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യാമെന്നാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അതായത് ബ്രിട്ടീഷുകാർ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി 1950 to 1990. അത് 1950 മുതൽ 1990 വരെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ആ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രസകരമായിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓണം എക്സാം ഇല്ലാന്ന് കരുതിയിട്ട് ഇത് നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെയും കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി 12 ചാപ്റ്റേഴ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പഠിച്ചു തീർക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഓണം എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ 5 ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കൊമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ +1 നമുക്ക് ബേസിക്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് +1 അപ്പോൾ ആ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അഡീഷണൽ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ യുവ ബാച്ച്, സൈലം കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ് നമ്മുടെ യുവ ബാച്ച്. യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഒരുമിച്ച് +1 കൊമേഴ്സ് പഠിച്ചു തുടങ്ങാം.